ഗൈസ്, വെൽക്കം ടു ക്രോഷേ പാർട്ട് 2. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ 2 സ്റ്റിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. സ്റ്റിച്ചിൻ്റെ പേര് കേട്ടാലോ? ഒന്നിൻ്റെ പേര് സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് വൺ ഇസ് ഡബിൾ ക്രോഷേ. ഓക്കെ, സിംഗിൾ ക്രോഷേയും ഡബിൾ ക്രോഷേയും. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷേ പഠിച്ചാലോ ആദ്യം? ഓക്കെ, ബട്ട് സിംഗിൾ ക്രോഷേയും ഡബിൾ ക്രോഷേയും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഞാനൊരാളിനെ പരിചയപ്പെടുത്തി തരട്ടെ. ആളുടെ പേരാണ് ടോപ്പു. കാണിച്ചേരട്ടെ. ഇതാണ് ടോപ്പു. എൻ്റെ അമ്മ സജസ്റ്റ് ചെയ്ത പേരാണ് ഇത്. ബേസിക്കലി ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒക്ടോപ്പസിനെയാണ്. നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് പറഞ്ഞു തരണേ. ആൻഡ് എന്തൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് സജഷൻസും എനിക്ക് പറഞ്ഞു തരണേ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന യാണാണ് ഓസ്വെൽ യാൺ. ഇതൊരു പ്ലൈ 3 യാണാണ്. ആൻഡ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ഒരു 2.5 ml ഹുക്കാണ്. കാരണം ഇത് ഭയങ്കര തിന്നായിട്ടുള്ള യാണാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. സിംഗിൾ ക്രോഷേ എന്താണ്? സിംഗിൾ ക്രോഷേ ചെയ്യണത് നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ മേലെയാണ്. സോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആദ്യം ചെയ്യണം, എന്നിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യുക, ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മേലെ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, സ്ലിപ്പ് നോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണുക. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. സി, ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ക്രോഷേ ഹുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇതേ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ വാളുണ്ടല്ലോ, അത് പിടിച്ചൊന്ന് വലിച്ച് നോക്കിയേ. ടൈറ്റനായി. സോ സിമ്പിൾ. ആൻഡ് ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യാനൊക്കെ മുമ്പ് ഇതിങ്ങനെ ആക്കിയിട്ട് ഈ ഹുക്ക് അത്യാവശ്യം ലൂസല്ലേ നോക്കണം. അല്ല ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ സ്ലിപ്പ് നോട്ട് വീണ്ടും ചെയ്ത് കുറച്ച് ലൂസാക്കി ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചസ് ഒക്കെ ഭയങ്കര ടൈറ്റായിട്ട് വരും. അത് പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ അത് വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ലൂസായിട്ട് വെക്കുന്നത് നമ്മുടെ ഹുക്ക്. ഓക്കെ, ഇനി ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാനല്ലേ നമുക്ക്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്താലോ നമ്മുടെ സിംഗിൾ ക്രോഷേ. ഓക്കെ, ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വി ഷേപ്പ് കാണുന്നില്ലേ ഏറ്റവും ഫസ്റ്റിൽ? ഇത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹുക്ക് കയറ്റാൻ പോവാണ്. ഞാൻ കാണിച്ചു തരട്ടെ. ഇതേ ഞാൻ ഹുക്ക് കൊണ്ട് പോയിൻ്റ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ഹുക്ക് ഇടേണ്ട ലൂപ്പ് ഹോള്. അത് കഴിഞ്ഞിട്ട് തൊട്ടിരിക്കുന്ന ഈ ഒരു വി ഇല്ലേ, വി ഷേപ്പ്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. സി, ഇൻസേർട്ട് ചെയ്തു. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മുടെ ലൂപ്പിലാണ് നമ്മുടെ ക്രോഷേ ഹുക്ക്. ആൻഡ് നമ്മൾ ഈ കാണുന്നൊരു വിയിലേക്ക് നമ്മുടെ ക്രോഷേ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. നമ്മുടെ ഹുക്കുമ്മ 2 ലൂപ്പ് ഉണ്ടാവും. 2 ലൂപ്പ് നമ്മുടെ ഹുക്കുമ്മ ഇതുപോലെ കാണും. ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക. നമുക്ക് കറക്റ്റായിട്ട് 2 ലൂപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്തത് കറക്റ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്യുക ആൻഡ് പുൾ ത്രൂ ദ ഫസ്റ്റ് ലൂപ്പിലൂടെ മാത്രം നമ്മുടെ ക്രോഷേ ഹുക്ക് കടത്താനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് വിയിലേക്ക് നമ്മുടെ ക്രോഷേ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു ഇതുപോലെ. ആൻഡ് യാൺ ഓവർ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക. ഇത് കറക്റ്റായിട്ട് ചെയ്തോ എന്ന് അറിയാനായിട്ട് സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നമ്മുടെ ക്രോഷേ ഹുക്കുമേ 2 ലൂപ്പ് ഉണ്ടാവും, 1 2 അതുപോലെ. എന്നിട്ട് നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഇപ്രാവശ്യം നല്ല സുഖമായിട്ട് 2 ലൂപ്പിലൂടെയും പുൾ ത്രൂ ചെയ്യുക. മനസ്സിലായോ? ഇപ്പം നമ്മളൊരു തിക്നെസ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര സിമ്പിളാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ക്രോഷേ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആൻഡ് അപ്പം നമ്മുടെ ക്രോഷേ ഹുക്കുമേ 2 ലൂപ്പ് ഉണ്ടാവും. എന്നിട്ട് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ വെരി ഫസ്റ്റ് ലൂപ്പ്. ആൻഡ് ദെൻ യു യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ബോത്ത് ഓഫ് ദ ലൂപ്സ്. ഓക്കെ, അപ്പോൾ ഇത്ര തിന്നായിട്ടുള്ള യാൺ കുറച്ച് തിക്കായില്ലേ ഈ ഭാഗമാകുമ്പോഴേക്കും. അപ്പോൾ ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ യാൺ കുറച്ച് തിക്കായിട്ട് കിട്ടും. ഓക്കെ, സി, ഇത് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ റോ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുക. സെക്കൻഡ് വൺ ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിച്ചാലോ?
ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാനിത് മൊത്തം അഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ പ്രാക്ടീസ് ചെയ്യാം. ഓരോരോ പ്രൊജക്ട്സ് ആയിട്ട് ഞാൻ വീണ്ടും കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. പക്ഷെ ഇപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് നമ്മൾ കവർ ചെയ്ത് പോണത്. ഓക്കെ, അപ്പം നമ്മുടെ ഏതെങ്കിലും പ്രോജക്റ്റ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് എന്ത് സ്റ്റിച്ചായാലും അഴിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന യാണില്ലേ അത് പിടിക്കുക, ആൻഡ് ഈ യാൺ ടെയിലില്ലേ അതും പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുക. സിമ്പിളായിട്ട് എല്ലാതും പോന്നോളും. സി സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യാമെന്ന് പഠിച്ചാലോ? ഓക്കെ, അതിനായിട്ട് വീണ്ടും ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ക്ലിയർ ആവാനായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഫൈനലായിട്ട് തിക്നെസ് കാണിക്കുമ്പോൾ. ഓക്കെ, ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യ ആയിട്ട് ഭയങ്കര സിമിലർ ആണ്, എന്നാലും കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് സിംഗിൾ ക്രോഷ്യനേക്കാളും ഹൈ ആണ്. ഓക്കെ, സോ ഞാൻ വീണ്ടും കാണിച്ചു തരാണ്. ഇവിടുത്തെ വി ഷേപ്പുകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാനുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം എപ്പോഴാണ് വി കാണുക. സി, നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ കുറേ വീകൾ ഉണ്ടാവും. നമുക്കിവിടെ ക്രോഷ്യ ഹുക്ക് ഉണ്ട്. ക്രോഷ്യ ഹുക്ക് ഇതിൻ്റെ ലൂപ്പ് വലുതായി പോവുകയാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ഞാൻ പിടിച്ച് ചുരുക്കാവുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ പഠിച്ചല്ലോ, അതുപോലെ ക്രോഷ്യ ഹുക്ക് ഇതിൻ്റെ ഏതെങ്കിലും സ്റ്റിച്ചിൻ്റെ ഉള്ളിക്കിടണം. പൊതുവെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിക്കിടലാണ് മോസ്റ്റ് പ്രോജക്ട്സ് ചെയ്യാറ്. നമുക്കും അതുപോലെ തന്നെ പഠിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. ഭയങ്കര ഈസിയാണ്. യാൺ ഓവർ ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ലൂപ്സ് ഉണ്ടാവും. ഒന്ന് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ലൂപ്പ്, പിന്നെ നമ്മുടെ വർക്കിംഗ് യാണിൻ്റെ യാൺ ഓവർ ചെയ്തതിൻ്റെ ഒരു ലൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഈ കാണുന്ന വിയിലേക്ക് കയറ്റാൻ പോവാണ്. കയറ്റിയില്ലേ? സോ 3 ലൂപ്സ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ കറൻ്റ്ലി. ആൻഡ് യു യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ഓൺലി 1 ലൂപ്പ് ഓൺ ദ ഹുക്ക്. യാൺ ഓവർ ചെയ്തിട്ട് ഒരെണ്ണം മാത്രം പുൾ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 3 ലൂപ്സ് കിട്ടും നമ്മുടെ ഹുക്കിൽ. ആൻഡ് ആ 3 ലൂപ്സിൽ 2 ലൂപ്സ് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യാം. അപ്പോഴും നമുക്ക് 2 ലൂപ്പ് കിട്ടും ഹുക്കിൽ. അവസാനത്തെ സ്റ്റെപ്പായിട്ട് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ബോത്ത് ഓഫ് ദോസ് ലൂപ്സ് ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കാണിച്ചു തരട്ടെ? ഓക്കെ, ഞാനിത് ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഡബിൾ ക്രോഷ്യയുടെ വ്യത്യാസം സിംഗിൾ ക്രോഷ്യയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ, കുറച്ചും കൂടെ തിക്നെസ് കിട്ടും. സി, വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്തിട്ട് നോക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഫുള്ള് കാണിച്ചപ്പോൾ ഇത്ര എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഡബിൾ ക്രോഷ്യ ഇത്ര ഉണ്ടാവും. അത്രയുള്ള വ്യത്യാസം. അതിൻ്റെ ഇടയിൽ കളറൊക്കെ ചേഞ്ച് ചെയ്തത് മൾട്ടി കളേർഡ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഞാൻ പുതിയ പ്രോജക്ട്സും ഒക്കെ ചെയ്യാൻ പഠിപ്പിച്ചു തരാം. സോ for now, bye from me and Tapu. Bye.